ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഒന്ന്, ആരാണ് ഭഗവാൻ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അതുപോലെ സനാതന ധർമ്മികൾ ഏകദൈവ വിശ്വാസികളല്ലേ, ഏകദൈവ വിശ്വാസികളല്ല എന്ന് പറഞ്ഞത് വിശദീകരിക്കാമോ? ഏകമേവ അദ്വിതീയം എന്നല്ലേ വേദാന്തം ഉദ്ഘോഷിക്കുന്നത്? ഏകമേവ അദ്വിതീയം, അതിന് തർക്കമില്ല. അതും ഏകദൈവ വിശ്വാസവും രണ്ടും രണ്ടാണ്. അപ്പം ഈ ഏകദൈവ വിശ്വാസം എന്ന് പൊതുവെ നമ്മൾ പറയുന്നത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ പറയും, ഏകദൈവ വിശ്വാസം എന്ന് പറയും. ഇവിടെ ഏകദൈവവും അദ്വൈതവും രണ്ടും രണ്ടാണ്. ഇവിടെ തന്നെ ചോദ്യകർത്താവ് തന്നെ വേദാന്തത്തിലെ ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന് പറയുന്ന, ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന് അദ്ദേഹം പറയുന്നില്ല, ഏകമേവാദ്വിതീയം എന്നല്ലേ വേദാന്തം ഉദ്ഘോഷിക്കുന്നത്. ശരിയാണ്. ഏകദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിന്ന് അന്യമായി ഒരു ഈശ്വരൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ആ ഈശ്വരൻ പ്രപഞ്ച ഘടകങ്ങളുമായി ആ ഈശ്വരന് ബന്ധമില്ല. കാരണം ഈശ്വരൻ അതിൻ്റെ ഉടമയാണ്. ആ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അതാണ് അതിൻ്റെ ബന്ധം. അപ്പം സൃഷ്ടിയും സ്രഷ്ടാവും രണ്ടും രണ്ടാണ് ഏകദൈവ വിശ്വാസത്തിൽ. അദ്വൈതത്തിൽ സൃഷ്ടിയും സ്രഷ്ടാവും രണ്ടല്ല. അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഏകമേവ എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ പ്രധാനമാണ്. ഏകം, ഒന്ന്. ഏവ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുമാത്രം. അതായത് ഭേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾ. അതാണ് ഭേദങ്ങൾ. സജാതീയം എന്ന് പറഞ്ഞാൽ ജാതിയിലുള്ള ഭേദം. നമ്മുടെ ഈ ജാതിയല്ല. നായർ, വേനോൻ, ഈഴവൻ, നമ്പ്യാർ, നമ്പൂരി എന്ന് പറയുന്നതല്ല. അപ്പോൾ വൃക്ഷങ്ങളൊക്കെ ഒരു ജാതിയാണ്, വൃക്ഷങ്ങൾ എന്ന് പൊതുവേ പറയുമ്പോൾ. പക്ഷെ അതിൽ ഈ തെങ്ങ് പോലെയല്ലല്ലോ മാവ്. തെങ്ങ് ഇങ്ങനെ ശിഖരം പൊട്ടിയിട്ടൊന്നും ഉണ്ടാവുന്നില്ല. തെങ്ങ് ഒറ്റ തടിയായിട്ട് അങ്ങനെ പോകും. തെങ്ങ്, കവുങ്ങ് ഒക്കെ, പന, ഇതൊക്കെ ഒരു പ്രത്യേക ഗണമാണ്. അതുപോലെ ചിലതൊക്കെ ഉണ്ട് അങ്ങനെയുള്ളത്. എന്നാൽ പ്ലാവ്, മാവ്, കവര പൊട്ടി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾ. അപ്പം അതിൽ തന്നെ എന്തുണ്ട്? ഭേദങ്ങളുണ്ട്. ഇനി ഒന്നിൽ തന്നെയുള്ള ഭേദങ്ങൾ, വിജാതീയം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ മറ്റ് വൃക്ഷങ്ങളുടെ ഭേദങ്ങൾ. ഇപ്പോൾ ഭേദങ്ങളെ നമുക്ക് പല വിധത്തിൽ പറയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ ഉണ്ട്? പാറയുണ്ട്, കല്ലുകളുണ്ട്, ജലമുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒന്നിൽ തന്നെയുള്ള ഭേദങ്ങളുണ്ട്. ഇല പോലെയല്ലല്ലോ കൊമ്പ്, അതുപോലെയല്ല കായ, അതുപോലെയല്ല അതിൻ്റെ തൊലി. ഇപ്പം നമ്മുടെ ശരീരത്തെ തന്നെ എടുത്താൽ നമ്മളിൽ തന്നെ ഭേദങ്ങളുണ്ടല്ലോ. കണ്ണ്, മൂക്ക്, പല്ല്, നാവ്, ത്വക്ക്, പല ഭേദങ്ങൾ. അപ്പോൾ ഈ സജാതീയവും വിജാതീയവും സ്വഗതവുമായിട്ടുള്ള ഭേദങ്ങളെ, ആ ഭേദങ്ങളൊന്നും കൂടാത്തത് എന്ന് പറയാനുള്ളതാണ് ഏകം ഏവ അദ്വിതീയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും അതാണ്. അതാണ് ഏകദൈവവും വേദാന്തവും തമ്മിലുള്ള വ്യത്യാസം. ഏകദൈവ വിശ്വാസത്തിൽ സ്രഷ്ടാവ് സൃഷ്ടിയിൽ നിന്ന്
അന്യമാണ്. അതുകൊണ്ടാണ് അവർ സൃഷ്ടി പൂജയെ അംഗീകരിക്കുന്നില്ല, സൃഷ്ടിപൂജ നിഷിദ്ധമാണ് എന്ന് പറയുന്നത്. അദ്വൈത വേദാന്തത്തിലോ രണ്ട് എന്ന് പറയുന്ന അങ്ങനെയൊന്നും ഇല്ല. അതാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം വളരെ ലളിതമായിട്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ആ അദ്വൈത വേദാന്ത ചിന്തയെ നന്നായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എന്താ പറയണത്? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടി എന്ന് പറയുന്ന നമ്മൾ 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കണ്ടു. ഈ പ്രപഞ്ച ഘടകങ്ങളുടെ ആവിർഭാവം വിസർഗ കർമ്മസംഹിത എന്ന് പറഞ്ഞു. കർമ്മം എന്ന പേരുകൊണ്ട് വിസർഗം, സൃഷ്ടി എന്ന് പറയുന്നത് ഓരോന്നും ഉണ്ടാകുക എന്ന പ്രക്രിയ. അതാരാണ്? അങ്ങ് തന്നെയാണെന്ന്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും. അതിൻ്റെ പിറകിലുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ അതങ്ങാണ്. സൃഷ്ടിജാലവും, സൃഷ്ടിക്കപ്പെട്ടത് എന്തൊക്കെയാണോ അതും അങ്ങ് തന്നെയാണ്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അങ്ങനെ സൃഷ്ടിക്കാൻ എന്തൊക്കെ സാമഗ്രികളായിട്ട് ആവശ്യമുണ്ടോ അതും അങ്ങ് തന്നെയാണ്. ഏത് സൃഷ്ടിയിലും നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. നിമിത്ത കാരണം, ഉപാദാന കാരണം എന്ന് പറയും. ഏത് സൃഷ്ടിയിലും ഒന്ന് ഒരു കൊശവൻ ഒരു കലമുണ്ടാക്കുന്നു എങ്കിൽ ഒരു കൊശവനുണ്ട്. കലം ഉണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയലുണ്ട്. അതാണ് ഉപാദാന കാരണം. അവിടെ എന്തൊക്കെ വേണം? മണ്ണ് വേണം, വെള്ളം വേണം. അതൊക്കെ കുഴച്ച് വേറൊരു ചക്രത്തിൽ വെച്ച് കറക്കി ഇത് ഉണ്ടാക്കാനുള്ള ജ്ഞാനം വേണം. ഉപനിഷത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പം സനാതനധർമ്മം വേദാന്തം പറയും ഒഴിച്ചുകൂടാനാകാത്ത 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? വാചാരംഭണം, വികാരം, നാമധേയം. ഈ അദ്വൈതം മനസ്സിലാവണേ അത് മനസ്സിലാവണം. വാചാരംഭണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഒരു സങ്കല്പമാണ്. ഗുരുകുലത്തിൽ നിന്ന് ഗുരു ശിഷ്യന്മാരെ കുലാലൻ്റെ ആലയിൽ കൊണ്ടുപോകുന്നതാണ്, അതായത് കൊശവൻ്റെ ആലയിൽ. അപ്പോൾ കൊശവൻ ഒരു കല ഉണ്ടാക്കുകയാണ്. ആ ചക്രത്തിൻ്റെ മുകളിൽ മണ്ണെടുത്ത് വെച്ച് മൂപ്പരിങ്ങനെ കറക്കി അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ പ്രത്യേക വിധത്തിലൊക്കെ അതിനെങ്ങനെ ഷേപ്പൊക്കെ ആക്കി എടുക്കുന്നത്. ആ പരിപാടിയിലാണ്. അയാൾ അതിനെങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു കുട്ടികളോട് ചോദിച്ചു, എത്ര കലമുണ്ട്, എത്ര കലം അവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു കലമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്, ഒന്നാണെന്ന് പറഞ്ഞു. ഒരു കുട്ടി വിദ്വാൻ പറഞ്ഞു 2 എണ്ണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മറ്റവരൊക്കെ അത്ഭുതപ്പെട്ടു. അതിങ്ങനെ ഒരെണ്ണം ഷേപ്പ് ചെയ്തിങ്ങനെ ഫൈനലൈസ് ചെയ്തിങ്ങനെ അതിങ്ങനെ ചരട് വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് കൊണ്ട് എടുക്കാൻ പോകുന്ന ആ സമയത്താണ് ഗുരു ചോദിച്ചത് എത്ര കലമുണ്ട്. എല്ലാവരും ഒന്നെന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുത്തൻ പറഞ്ഞു 2 എന്ന്. അപ്പോൾ ഗുരു ചോദിച്ചു, എവിടെയാണ് ഈ 2 കലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരെണ്ണം പുറത്താണ്, അദ്ദേഹം ദാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു. അതെ, ഏത് സൃഷ്ടിയിലും വാചാരംഭണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയും. നമ്മുടെ ഉള്ളിലെ സങ്കല്പം, അതിനെയാണ് നമ്മൾ പുറത്തേക്ക് ആവിഷ്കരിക്കുന്നത്. നമ്മളൊരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, ഒരു 3 സെൻറ്റോ എന്തെങ്കിലും, നമ്മൾ അവിടെ പോയി നിന്ന് അതിനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ആ സ്ഥലം നോക്കുന്ന സമയത്ത് അവിടെ 1-2 മരങ്ങളൊക്കെ ഉണ്ട്.
നിർത്തണോ, അങ്ങനെ നിർത്തുകയാണെങ്കിൽ തറ എങ്ങനെ ഇടണം, എങ്ങനെ വെക്കണം. പക്ഷെ ആ മരം നല്ല മരമാണത്, നല്ലൊരു പ്ലാവാണ്. അപ്പം നമുക്കത് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ കെട്ടാം എന്നുള്ളത് നമ്മളും ഒരു ഐഡിയ ഒക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഒരു പ്ലാന് നമ്മളുണ്ടാക്കും. നമ്മളൊരു തറയൊക്കെ കണ്ട് ഒരു വീട് തന്നെ നമ്മളവിടെ കാണുന്നു. വീട് പണിയൊന്നും നടന്നിട്ടില്ല, അങ്ങനെ നമ്മൾ വിഷ്വൽ ചെയ്യുന്നു. അതാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ എൻജിനീയറോട് പറയുന്നു. അപ്പോൾ എൻജിനീയർ അതിനനുസരിച്ച് വരച്ച് തരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും നോക്കുന്നു, ഇതിലിങ്ങനെ എങ്ങനെ മാറ്റങ്ങൾ വേണമെന്ന് പറയും. സൃഷ്ടിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണത്. എന്താണത്? വാചാരംഭണം. രണ്ടാമത്തതിൻ്റെ പേരാണ് വികാരം. വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളതിൻ്റെ പരിണാമമാണ്. അത് സിമൻറ്റ്, കമ്പി, ഇഷ്ടിക, മരം ഇത്യാദികളുടെയൊക്കെ പരിണാമമാണ്. അപ്പോൾ വാചാരംഭണം, വികാരം. പിന്നെ ഒരു നാമധേയം, ഒരു പേര് അത് വേണമെന്ന്. എന്താണോ നമ്മൾ അതിന് വീടെന്ന് പറയാം, കടമുറി എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം എന്താണ്? അങ്ങ് ഗുരുദേവൻ പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പം സൃഷ്ടി, സ്രഷ്ടാവ്, സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം. അപ്പോൾ അദ്വൈതം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ നിന്ന് അന്യമായി ഒരു ഈശ്വരനെ കാണുന്നില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ലാത്തത്. സൃഷ്ടി, സ്രഷ്ടാവ്, ഇങ്ങനെ രണ്ട് അസ്തിത്വങ്ങൾ ഇല്ല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വേദാന്തം അതാണ് പറയുന്നത്. ചോദ്യകർത്താവിന് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഏകമേവ അദ്വിതീയം എന്ന് പറയുന്നത് ഏകം ഏവ അദ്വിതീയം. ഈ മൂന്ന് സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിച്ചത് സജാതീയ, വിജാതീയ, സ്വഗത ഭേദങ്ങൾ ഇല്ലാത്തത് എന്ന് പറയാനാണ്. അത് ഉപനിഷത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉപനിഷത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യം, എന്താണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ് ആരംഭത്തിൽ. എന്നാലും ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ശബ്ദങ്ങളെല്ലാം തന്നെ, ഈ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഈ ശബ്ദങ്ങൾ, ഇപ്പോൾ ഈശ്വരൻ എന്നാണെങ്കിലും ഭഗവാൻ എന്നാണെങ്കിലും ദൈവം എന്നാണെങ്കിലും, ഇതെല്ലാം ഈ ശബ്ദങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വലിയ ആശ്വാസമാണ്. മറ്റേതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഭഗവത് ശബ്ദത്തിന് രണ്ട് പ്രകാരത്തിലാണ് വിഗ്രഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉത്പത്തിം ച വിനാശം ച ഭൂതാനാം അഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി എന്നാണ്. എന്താണ് ഉത്പത്തി? ഉണ്ടാകൽ, നിലനിൽക്കൽ, ഇല്ലാതെയാകൽ. ഏതിൻ്റെ? ഭൂതാനാം, പ്രപഞ്ച ഘടകങ്ങളുടെ. ഭൂതാനാം അഗതിം ഗതി, ഈ പ്രപഞ്ച ഘടകങ്ങളുടെ വരവ്, പോക്ക്, നിൽപ്പ്. ഉത്പത്തിം ച വിനാശം ച ഭൂതാനാം അഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച. യഹ, യാതൊരുവൻ വിദ്യയെയും അവിദ്യയെയും അറിയുന്നു, സവാച്യോ ഭഗവാൻ ഇത്, അവനെ പറയുന്നു ഭഗവാൻ എന്ന്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഏതോ കാലത്ത് എവിടെയോ ഇരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല. ഈ അറിവ് ഇതൊരറിവാണ്. ഈ അറിവ് ആര് സ്വായത്തമാക്കുന്നുവോ, ആ അറിവിന് ഉടമ ആരാണോ അവൻ, അവൾ ഭഗവാനാണ്, അല്ലെങ്കിൽ ഭഗവതിയാണ്. എന്താണ്? വിദ്യാംശ അവിദ്യാംശ, വിദ്യയെയും അവിദ്യയെയും. എന്താ വിദ്യ? എന്താണ് അവിദ്യ?
സിമ്പിളാണ്. ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. പലതുണ്ട് എന്ന് കരുതുന്നത് ആരാണോ അവൻ അവിദ്യാമാർഗിയാണ്. പലതുണ്ട്, പലതില്ല. ഇത് വെറുതെ പലതുണ്ടെന്ന്, ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമല്ല. ഇത് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നതാണ്, യുക്തിവിചാരത്തിലൂടെ. നാമരൂപാദികളെല്ലാം താൽക്കാലികങ്ങളായിട്ടുള്ള പ്രതിഭാസങ്ങളാണ്. അത് ഉള്ളപ്പോൾ തന്നെ, കാരണം അത് വളരെ പ്രധാനമാണ്. ഒരിക്കൽ രണ്ട് ഭക്തന്മാർ ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്. ഈ രണ്ട് ഭക്തന്മാർ മഹാഭാരതത്തിൽ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരുണ്ട്. ഒന്ന് അർജുനനും ഒന്ന് ദുര്യോധനും തന്നെയാണ്. നമുക്കറിയാലോ പ്രസിദ്ധമായ ഒരാൾ കാൽ കീഴിലും ഒരാൾ തലയുടെ അവിടെയും പോയി നിന്നത് ഭഗവാൻ ഉണർന്നപ്പോൾ. എന്തായാലും ഒരു രണ്ടുപേരും സഹായം അഭ്യർത്ഥിക്കാൻ വന്നതാണ് യുദ്ധത്തിനു മുമ്പായിട്ട്. ദുര്യോധനൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടത്, ഭഗവാനോട് ആവശ്യപ്പെട്ടത് ഈ ഭഗവാന്റെ സർവസന്നാഹങ്ങളുമാണ്. ഭടന്മാരും ആയുധങ്ങളും സർവവും ആണ്. അർജുനൻ ആവശ്യപ്പെട്ടത് നിരായുധനായ കൃഷ്ണനെയാണ്. ഇതിന് സാധാരണഗതിയിൽ പറയും, ഒന്ന് ഭഗവാന്റേത് എന്ന് പറയുന്ന ഈ ഭൗതികമായ ഈ ലോകത്തെ ആവശ്യപ്പെടുന്നു, ലോകത്തെ സ്വീകരിക്കുന്നു. ഇതിന് സമാനമായ ഒരുപാട് കഥകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. ഈ വിവേകാനന്ദ സ്വാമികൾ ആയിട്ടുള്ള ഒരു സംഭാഷണം തന്നെയുണ്ട് അങ്ങനെ. അപ്പോൾ ഒരാൾ ഭഗവാനോട് പറയുന്നു, ഭഗവാനെ, എനിക്ക് വേണ്ടത് അങ്ങയുടെ ഈ ഐശ്വര്യങ്ങളാണ്, അങ്ങയുടെ ഈ വിഭവങ്ങളാണ്, വസ്തുവകകളാണ്. അങ്ങ് വേണമെന്നൊന്നുമില്ല. മറ്റൊരാൾ ആവശ്യപ്പെടുന്നതോ, ഭഗവാനെ, അങ്ങയാണ് എനിക്ക് വേണ്ടത്, അങ്ങയുടെ ഈ വസ്തുവകകളൊന്നും എനിക്ക് വേണ്ട. ഇതിൽ നമ്മൾ കുറച്ചൊരു ജ്ഞാനവും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ചെറിയൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക. എനിക്ക് ഭഗവാൻ മതി, ഭഗവാന്റേതൊന്നും വേണ്ട. അതാണ് ഈ നാരായണനെ വരിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി കൂടെ ഉണ്ടാവുന്ന. മറ്റു ലക്ഷ്മിയെ വരിച്ചാൽ നാരായണൻ കൂടെ വരണമെന്നൊന്നുമില്ല, ഗ്യാരണ്ടി ഒന്നുമില്ല എന്നാണ്. കാരണം നാരായണൻ എവിടെയാണോ അങ്ങോട്ടേക്ക് ലക്ഷ്മി പോകും. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനമാണ്. ഒരു വേദാന്തിയെ സംബന്ധിച്ച് ഭഗവാൻ എന്നും ഭഗവാന്റേത് എന്നും പറയും. അപ്പം ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചാൽ ഭഗവാനെ വേണോ ഭഗവാന്റേത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു, രമണ മഹർഷി ഇങ്ങനെയൊക്കെയുള്ളവർ ചോദിക്കും, അങ്ങനെ രണ്ടുണ്ടോ എന്ന് ചോദിക്കും. അതെ, ഭഗവാൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഭഗവാന്റേത് എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും ഇല്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭാഷയിൽ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. അപ്പം ഇതാണ് വിദ്യ, പലതില്ല എന്നത്. പലതായി നിൽക്കുന്നതിലൊക്കെ വ്യാമോഹിക്കുന്നത് എന്താണ്? അവിദ്യയാണ്. അപ്പം യാതൊരുവനാണോ വിദ്യാംച അവിദ്യാംച, വിദ്യയെയും അവിദ്യയെയും സഹ ഉഭയം വേദ, ആരിതിനെ ഒരുമിച്ചറിയുന്നു, വിദ്യയാ അമൃതമശ്നുതേ ഈശാവാസ്യം പറയും.
അപ്പോൾ ഉത്പത്തിം ച വിനാശം ച ഭൂതാനാം അഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. അവനെ പറയുന്നു ഭഗവാൻ എന്ന്. അപ്പോൾ ഭഗവാൻ, അതാണ് ഗീതയിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ജ്ഞാനം സംസാരിക്കുന്നു എന്നാണ്. അവിടെ നമ്മൾ കൃഷ്ണനെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും കാണരുത്. പൂർണ്ണമായ ജ്ഞാനം. ഇതാണ് ഈ മലയാള സാഹിത്യത്തിൽ അതിമനോഹരമായി നമ്മുടെ സി രാധാകൃഷ്ണൻജി, CR, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള പുഴ മുതൽ പുഴ വരെ, ഇനിയൊരു നിറകഞ്ചിരി എന്ന് പറയുന്ന നോവലിൽ അതിലൊരു ക്യാരക്ടർ അർജുനാണ്. അവനോടൊരു ഗുരു പറയുന്നുണ്ട്, ഇതാണ് പ്രപഞ്ച മനസ്സ് വ്യക്തിയുടെ അഹംബോധത്തിൽ, ഇപ്പം സമഷ്ടി മനസ്സ്, നമ്മൾ വ്യഷ്ടിയെയും സമഷ്ടിയെയും പ്രണവത്തിൽ കണ്ടതാണ്. ആ അഹംബോധത്തിലിരുന്ന് അവന് തന്നെ ഉണ്ടാകുന്ന അവൻ്റെ മനസ്സിലെ വിക്ഷോഭങ്ങളുണ്ട്. ആ ആപത്കാല ചിന്തകൾക്ക് കൊടുക്കുന്ന മറുപടികളുടെ സംഹിതയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിമനോഹരം. നമ്മൾ ഇത്ര സുന്ദരമായ ഒരു വരി ആരും തന്നെ എഴുതി കണ്ടിട്ടില്ല. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്നറിയില്ല. അതിമനോഹരമാണ്. അപ്പോൾ പ്രപഞ്ച മനസ്സാണ് വ്യക്തിയുടെ അഹംബോധത്തിലിരുന്ന് ഞാൻ എന്ന ബോധമുണ്ടല്ലോ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യമായ ഒരു കുരുക്ഷേത്ര ഭൂമിയൊന്നും ഇല്ല. അതാണ് എന്താണ് ഭഗവാൻ. ഒരു പ്രകാരത്തിൽ ഉത്പത്തിം ച വിനാശം ച ഭൂതാനാം അഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. പിന്നെ ഭഗകളുള്ളവൻ ഭഗവാൻ എന്നാണ്. ഭഗകൾ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ എന്നാണ്. അതെന്താണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയഃ വൈരാഗ്യസ്യാധമോക്ഷസ്യ ഷണ്ണാം ഭഗ ഇതീരിണ. അപ്പം ഭഗകൾ എവിടെയുണ്ടോ അതാണ് ഭഗവാൻ. അതെന്തൊക്കെയാണ്? ഐശ്വര്യം, യശസ്, ശ്രീ, കീർത്തി, വൈരാഗ്യം ഇത്യാദി ഗുണങ്ങൾ സമ്മേളിക്കുന്ന ഇടം. അതെല്ലാം എങ്ങനെയാണ്? സമഗ്രമായിട്ടുള്ളതാണ്, ഭാഗികമല്ല. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശ ശ്രിയ വൈരാഗ്യസ്യാധ മോക്ഷസ്യ. ഇതിനെ ഭഗകൾ എന്ന് പറയുന്നു. അതെവിടെയുണ്ടോ, അത് ആരിൽ നിറഞ്ഞു നിൽക്കുന്നുവോ അത് ഭഗവാനാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടിയിൽ നിന്ന് ഭിന്നമായി നാളെ നാസ കണ്ടുപിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന എവിടെയോ ഇരുന്ന് പ്രത്യേക രൂപത്തിൽ നോക്കുന്ന ഒരാളല്ല. ആര്? ഭഗവാൻ. ഇനി നമുക്ക് ഈ 9-ാം അധ്യായത്തിലേക്ക് വരാം. രാജവിദ്യ, രാജഗുഹ്യ യോഗം. ഭഗവത്ഗീത അങ്ങോട്ട് നേർപകുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. 18 അധ്യായങ്ങളാണ്. ഇനി 9 അധ്യായങ്ങളുണ്ട്. 108 ദിവസമാണല്ലോ സ്വാമി ഈ 18 അധ്യായം പറയാൻ എടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ പകുതിയായിട്ട് ഏകദേശം ഇതാ 108 ആവാൻ പോവുകയാണല്ലോ. ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നലെയല്ല പിന്നെ ഞാൻ 108 തീർക്കുമോ സ്വാമി ഇത് ഗീത, അപ്പോൾ ബാക്കി എന്ത് ചെയ്യും എന്ന്. അവൾ പറഞ്ഞു, ഇല്ല 108 അങ്ങനെ തീരാനൊന്നും പോണില്ല. 108 208 ഇതെങ്ങനെയാണ് എന്നാ തീരുക എന്നുള്ളത് ഒരു കണക്ക് നമ്മൾ മനസ്സിൽ വെച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് തുടർന്ന് ഇങ്ങനെ പോവാം. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രകരണ ഗ്രന്ഥം അല്ലെങ്കിൽ ഉപനിഷത്ത് കടന്നു വരാനൊക്കെ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. മാണ്ഡൂക്യം വന്നതുപോലെ. അപ്പോൾ നന്നായി നമുക്ക് ഹൃദിസ്ഥാവും അതുകൊണ്ട് ചേർന്നിട്ട്. ഒൻപതാം അധ്യായം രാജവിദ്യ, രാജഗുഹ്യം. രഹസ്യങ്ങളുടെ രഹസ്യം, വിദ്യകളിൽ കേമൻ. ഭഗവാൻ ആരംഭിക്കുന്നു. ഇതാണ് ശ്രീ ഭഗവാൻ ഉവാച.
എന്താ ഭഗവാൻ പറഞ്ഞത്? ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ഭഗവാൻ അർജുനനോട് പറയുന്നു, ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. യാതൊന്ന് കേട്ടാൽ അർജുന വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മളോട് വേറൊരു സംശയവും ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഈ ലഹരി ഇന്നിപ്പോൾ വലിയൊരു വിഷയമായിരിക്കുകയാണല്ലോ, സ്വാമി എന്താ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? നമ്മൾ ഈ എല്ലാറ്റിലും കയറി പറയേണ്ട കാര്യമില്ല എന്ന്. ഈ ലഹരി ഇന്നും ഇന്നലെ ഒന്നുമല്ല, ഇതിന് പുരാണമായിട്ട് ബന്ധമുണ്ട്. ഇത് എന്താ, നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മുടെ പൃഥുവിൻ്റെ ചരിതം പറയുമ്പോൾ വേനൻ്റെ ദുഷ്ടനായ വേനൻ രാജാവ് ജനങ്ങളെ കട്ടുമുടിച്ച് ഭരിച്ച് മഹർഷിമാരുടെ ശാപം കൊണ്ട് മരണപ്പെട്ട ഒരാളാണ് വേനൻ. ആ വേനൻ്റെ മൃതശരീരം എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു വെച്ചു. രാജ്യം അന്യം നിന്നു പോവുകയായിരുന്നു. ഇയാൾക്ക് മക്കളൊന്നുമില്ല. അവസാനം ഇവൻ്റെ ശരീരം കടഞ്ഞിട്ട് അതിൽ നിന്ന് ജനിച്ച ആളാണ് പൃഥു. അങ്ങനെ ഈ ജനിച്ച ഈ പൃഥുവിനെ എല്ലാവരും വാഴ്ത്തി രാജാവാക്കി. അപ്പോഴേക്കും മൂപ്പര് പറഞ്ഞു, ഞാൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, അതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ എന്നെ തള്ളി മറക്കരുത് എന്ന് പറയാം. ഇയാൾ ഭയങ്കരനാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമാണ് പൃഥുവിൻ്റെ സംസാരം. എന്തായാലും പൃഥു നോക്കുന്ന സമയത്ത് ആകെ വരണ്ടിരിക്കുകയാണ്, ജനങ്ങളൊക്കെ കഷ്ടത അനുഭവിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫലവൃക്ഷങ്ങളോ കൃഷി ചെയ്യാനുള്ള ഒന്നും എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. അപ്പോൾ പൃഥു കാണുകയാണ് ഇതിന് കാരണം ഭൂമിയാണ്. ഭൂമിയൊന്നും നൽകുന്നില്ല. അങ്ങനെ ഭൂമിയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഇയാൾ. വില്ലുവലച്ച് ഭൂമിയുടെ മാറിലേക്ക് ശരം ചെയ്യാൻ പോകുമ്പോൾ ഭൂമി പൃഥുവിനോട് അപേക്ഷിക്കുന്നതാണ്, അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഭൂമി പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നെ കറന്നെടുത്തോളൂന്ന ദോഹനത്തിലൂടെ വത്സം കൽപ്പയ മേ വീര, ഹേ വീരനായിട്ടുള്ളവനെ, എനിക്കൊരു വത്സൻ, ഒരു കുട്ടിയെ സങ്കല്പിക്കുക. എന്നിട്ട് ആ കുട്ടിയെ സങ്കല്പിച്ച് എങ്ങനെയാണോ പശു കുട്ടിയെ അകിടിൽ മുട്ടിയിട്ട് ആ പാല് ചുരന്നെടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് ദോഹനത്തിലൂടെ എടുക്കുന്ന അത് ഒരു 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 സംസ്കാരമാണത്, ദോഹന സംസ്കാരം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ പൃഥു ഓരോരുത്തരെ കുട്ടികളാക്കും, എന്നിട്ട് അവർക്ക് വേണ്ടത് എടുക്കാൻ പറയുന്ന. അപ്പോൾ അതിലെ സകലതും, ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളും ഭൂമിയിൽ നിന്ന് എടുക്കുന്ന അതിമനോഹരമായൊരു ഭാഗമാണത്. എന്ത് സുന്ദരമാണെന്നറിയും. ഇവൻ നാഗങ്ങൾ സ്വീകരിക്കുന്ന വിഷം, വൃക്ഷങ്ങളുടെ രസം, പശുക്കൾ അതിന് ആവശ്യമായിട്ടുള്ള പുല്ല് തുടങ്ങിയിട്ടുള്ള സകലതും വരിക്കുന്നതുണ്ട്. ആ സമയത്ത് ഈ ലഹരിയെ അസുരന്മാരും ദേവന്മാരും ലഹരിയെ ഭൂമിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഭൂമി ഇവർക്ക് രണ്ടു കൂട്ടർക്കും ലഹരി പ്രദാനം ചെയ്യുന്നുണ്ട്, അസുരന്മാർക്കും ദേവന്മാർക്കും. രണ്ടുപേരും ഇത് കിട്ടി സന്തോഷപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് തന്നെ കഞ്ചാവ് പോലുള്ള, കഞ്ചാവ് മാത്രമല്ല, അതിൽ
ഒക്കെ വീര്യം കൂടിയിട്ടുള്ള പല സാധനങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ലഹരി ഭൂമിയിലെ എല്ലാറ്റിലും ഉണ്ട്. പഞ്ചസാരയിൽ ഈ പായസം തന്നെ നന്നായി കഴിച്ചു കഴിഞ്ഞാൽ അടപ്രഥമനൊക്കെ അങ്ങോട്ട് സദ്യയിൽ അടിച്ചു കയറ്റി, അത് ഒരു പായസമാണോ? നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ ചിന്മയ മിഷനിലുള്ളപ്പോൾ തിരുവനന്തപുരത്തെ നമ്മുടെ ചിന്മയ മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ക്ലബിൻ്റെ നേരെ മുകളിലാണ് നമ്മളവിടെ. അപ്പോൾ ഈ വലിയ കല്യാണമൊക്കെ വരുമ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ വണ്ടി കൊണ്ടുവന്നിടും. അപ്പോൾ ഈ വണ്ടിയിൽ ഈ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറി അങ്ങോട്ട് ഇരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്ത്രീകളും ഒക്കെ. അവരാണെങ്കിൽ മാലയും മുല്ലമാലയും ഇങ്ങനെ എന്താ പറയുക, വലിയ വില പിടിച്ച വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിങ്ങനെ, എന്തായാലും ഈ പായസം ഇതൊക്കെ ഇങ്ങനെ അടിച്ചു കയറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഇവർക്കിങ്ങനെ ഒന്ന് വണ്ടിയിലങ്ങോട്ട് ഇരുന്ന് വീടെത്തിയാൽ മതി എന്നാ, എത്തിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കിടക്കും. കാരണം എന്താണ്? ഗ്ലൂക്കോസ് ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പായസമൊക്കെ കൂടുതൽ കഴിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. തലയ്ക്ക് ഇങ്ങനെ ഉറക്കം വരും. ഒരു പഞ്ചസാരയിൽ ഷുഗർ, എന്താ പറയുക, നമ്മുടെ കരിമ്പിൽ ഇതുണ്ട്. എന്തിനാണ് ഇല്ലാത്തത്? അരിയിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. ഇത് വേർതിരിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് ഇതിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ, പല 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 കാരണങ്ങളും, അതിന് പല എന്താ പറയുക റെമഡീസ് പലതും ഉണ്ട്. ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പുതിയ പുതിയ സിനിമകൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് അതൊക്കെ മാറി നിന്നിട്ട് സ്വയം ഓരോരുത്തരും അവനവനിലേക്ക് നിരീക്ഷിക്കാനും, എന്തിനാണ് എനിക്കിത് ആവശ്യമായി, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവനവനെ തന്നെ നന്നായിട്ട്. എൻ്റെ ലഹരി എന്ന് പറയുന്നതിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അവരോടൊക്കെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴുള്ള ഒരു ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, പറയുന്ന തമാശകളും. ശനി ഞായറും അവധി ദിവസങ്ങളിലൊക്കെ ഓരോരുത്തരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കഥകളും അതും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലഹരിയാണത്. അപ്പോൾ ഒറ്റപ്പെടലുകൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ ആരെങ്കിലുമൊക്കെ സഹായിക്കണം തോന്നുകയാണെങ്കിൽ, ഓരോരുത്തരും വ്യത്യസ്തമാണ്. എല്ലാവരെയും നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇത് അവിടെ ഉണ്ടാക്കണു, ഇവിടെ ഉണ്ടാക്കണു, ഇവിടെ വിൽപ്പന നടത്തുന്നു, ഇവന്മാരെ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യട്ടെ. എൻ്റെ വീട് ഇതിൽ നിന്ന് മുക്തമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൽ പിന്നെ കൂടുതലൊന്നും, കാരണം ഇതങ്ങനെ ഒരു വിഷയമാണ്. ഇതിങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകളുടെ ഒന്നും അത് ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാണിത് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, പല ലഹരികളുണ്ട്. ചിലർക്ക് ഭക്ഷണം ലഹരിയാണ്. അപകടകാരികളായിട്ടുള്ള ലഹരികളും അല്ലാത്തതും എല്ലാം ഉണ്ട്. അധികാരം ഒരു ലഹരിയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയ ഇങ്ങനെ ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ അടുത്തതായി ഇതൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും നാട് മുഴുവൻ ഇങ്ങനെയാണ്. നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് ഭൂമി ഇന്ന് കറന്നെടുത്തതാ.
ഭൂമി അനുഗ്രഹിച്ചു കൊടുത്തതാണ്. ഇവർക്ക് രണ്ടു കൂട്ടർക്കും കൊടുത്തിട്ടുണ്ട്. ദേവന്മാർക്കും കൊടുത്തിട്ടുണ്ട്, വീര്യം കൂടിയത് അസുരന്മാർക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകം കൊട്ടുവടികൾ കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഭൂമി എല്ലാറ്റിലും ഈ ലഹരി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈവൻ ചക്കയിൽ പോലും എല്ലാറ്റിലും ഉണ്ട്. പൈനാപ്പിളിലും ചക്കയിലും തെങ്ങിലും മാവിലും സകലതിലും. എന്തായാലും നമുക്ക് ഗീതയിലേക്ക് വരാം. ഈ രഹസ്യമാർന്ന വിദ്യ ഇത് യത് ജ്ഞാത്വ അശുഭാത്, എല്ലാ അശുഭങ്ങളിൽ നിന്ന്, ഈ ലഹരിയിൽ നിന്നൊക്കെ, ഇതിൽ നിന്നൊക്കെ ഉള്ള മോചന. ഇതിലൊരു താല്പര്യം കാണിച്ചാൽ മനസ്സിന് എന്തെങ്കിലുമൊക്കെ വേണം, ഒരു എൻഗേജ്മെൻറ്റ് വേണം. അപ്പം ഇത്തരം സ്ക്രിപ്റ്റേഴ്സിലൊക്കെ നമ്മൾ മനസ്സിനെ വ്യാപരിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു ഇതാണ്. കളി, പല ആക്ടിവിറ്റികളൊക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസാണ്, ബ്രെയിൻ ജിമ്മാണിത്. അതാവശ്യമാണ്. ബ്രെയിൻ ജിമ്മാണ് ഇതിന് വേണ്ടത്. പേടിപ്പിക്കലും മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഇതൊരു ബ്രെയിൻ ജിമ്മാണ് ഈ ഫിലോസഫി. എല്ലാ അശുഭങ്ങളിൽ നിന്നും നീ മോചിതനാകും. ഇത് രഹസ്യമാണ്. ഇതം ഗുഹ്യതമം ജ്ഞാനം തു വിജ്ഞാനസഹിതം അനസൂയവേ തേ പ്രവക്ഷ്യാമി. അസൂയയില്ലാത്ത അല്ലയോ അർജുന, നിനക്കായിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ പറയാൻ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ശ്ലോകം. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഇതിൻ്റെ ഒരു പരസ്യമാണ്. ഭഗവാൻ തന്നെ ഇതിനൊരു പരസ്യം നൽകുക. എന്താ ഇതിൻ്റെ പരസ്യം? രാജവിദ്യ രാജഗുഹ്യം ഇതം ഉത്തമം ഉത്തമം പവിത്രം പ്രത്യക്ഷാവഗമം കർത്തും സുസുഖം അവ്യയം. മോനെ അർജുന, ഇത് ഭയങ്കര പണിപ്പെട്ട ഒരു ഏർപ്പാടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് രാജവിദ്യ. എന്താണ് രാജവിദ്യ? ആത്മാവിനെ രഞ്ജിപ്പിക്കുന്ന വിദ്യയാണ്. ഇതൊരു ലഹരിയാണ്. അതുകൊണ്ടാണ് ഇതിന് ആചാര്യസ്വാമികൾ ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറഞ്ഞത്. ഒരു ആനന്ദ ലഹരിയാണ്. 5 പൈസ ചെലവില്ലാത്ത ലഹരിയാണ്. ഇതം രാജഗുഹ്യം, ഇത് പരമരഹസ്യവുമാണ്. ഉത്തമം പവിത്രം, ഏറ്റവും ഉത്തമമാണ്, പരിശുദ്ധമാണ്. പ്രത്യക്ഷാവഗമം, ഇത് പ്രത്യക്ഷമായി അറിയാവുന്നതാണ്, അനുഭവിക്കാവുന്നതാണ്. ധർമ്മ്യം, ഇത് ധർമ്മശാസ്ത്ര അനുസാരിയായിട്ടുള്ളതാണ്. കർത്തും സുസുഖം, അനുഷ്ഠിക്കാൻ അങ്ങേയറ്റം എളുപ്പമാണ്. ഇതെന്താണ്? അവ്യയമാണ്, നാശമില്ലാത്തതുമാണ്. അതുകൊണ്ട് അർജുന, നിനക്ക് ഞാൻ ഇത് പറഞ്ഞു തരാം. നാളെ ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.